നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്നും ഇപ്പോൾ ഈ വിദ്യക്ക് നെറ്റ് കോട്ട മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവാം. നെറ്റ് കോട്ട ഇഷ്ടമില്ലാത്ത വളരെ ചുരുക്കം ഒരു 20% ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് സാരീസ് കാണിക്കാം. സോഫ്റ്റ് സിൽക്ക് സാരി ഇത് കണ്ടോ, ഇതിൻ്റെ കുറച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പം അധികം മോഡൽ പല പല മോഡലാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് സാരി. ഇനിയിപ്പം നമുക്ക് ഇനി അങ്ങോട്ട് സീസൺ തുടങ്ങുകയല്ലേ, മൊത്തം ഫെസ്റ്റിവൽ വെഡ്ഡിങ് സീസണുകൾ വരാൻ പോകും. ഇപ്പം നോക്കി നിൽക്കുമ്പോൾ നോമ്പുകാലം എല്ലാം കഴിയും, വെഡ്ഡിങ് സീസൺ ആകും, പെരുന്നാൾ വരും, വിഷു വരും, ഈസ്റ്റർ വരും അല്ലേ, കല്യാണങ്ങൾ വരും. അപ്പം ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന സാരീസാണ്. എന്നാൽ ഒട്ടും എന്നും ഇതിന് മോഡലുണ്ട്. എന്നും ഇതിൻ്റെ പല വേർഷൻസ് ഇറങ്ങുന്നുണ്ട്, പല മെറ്റീരിയലിൽ ഇറങ്ങുന്നുണ്ട്. സോഫ്റ്റ് സിൽക്ക്, സെമി സിൽക്ക്, കാഞ്ചി സിൽക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് സാരി, കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന റിച്ച് പല്ലു വരുന്ന, ബുട്ടാസ് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി. ഒരു മസ്റ്റാർഡ് യെല്ലോ, ബഡ്ജറ്റ് റേറ്റ് ആണ്. പല്ലു നല്ല റിച്ച് പല്ലു ആണ്. കണ്ടോ, വയലറ്റിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാണ്. പല്ലുവിനും ബോഡിക്കും മുന്താണിക്ക് പല്ലുവിനും ബോർഡറിനും വരുന്നത്. എനിക്ക് എപ്പോഴും തിരിച്ചു മറിച്ചോ പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് ബോർഡർ, ഇത് ബോഡി. ഇനി അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഉണ്ടോ, നല്ല സാരിയാണ്. ഇത് ഞാൻ പറയട്ടെ, 10,000 രൂപയുടെ കാഞ്ചീപുരം സാരിയും 10,000 രൂപ കാഞ്ചീപുരം സാരിയുടെ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞാൽ പോലും അത്രയും നല്ല ഫീല് തോന്നുന്ന, ലുക്ക് തോന്നുന്ന ടൈപ്പ് സാരിയാണ് ഇത്. വലിയ വിലയ്ക്ക് പല സ്ഥലത്തും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ അടുത്ത് വില കുറവാണെന്നൊന്നും വലിയ ജാല് അടിക്കുകയല്ല, ഞാൻ പറയുകയാണ്. പല സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. വെറും 1199 രൂപയുള്ളൂ. ഇതാണ് ഒരു സാരി. പല മോഡലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സെമി ഡോളായ്ക്കകത്ത് വരുന്ന ഒരു സൈസ് ടൈപ്പ് സാരി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഒരേ സമയം ഇത് ഡാർക്കും ലൈറ്റും കൂടെ കൂടിയ, ലൈറ്റ് കളർ വേണ്ടവർക്ക് ലൈറ്റ് കളറായിട്ട്, ലൈറ്റ് കളറും ഉണ്ട്, ഡാർക്ക് കളറും ഉണ്ട്. അതിനൊരു ആ ഒരു കോമ്പിനേഷന് ഭയങ്കര ഒരു ഭംഗിയാണ്. നോക്ക്, താഴത്തെ ബോർഡർ നോക്ക് നിങ്ങൾ. ബോഡിയിൽ വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ്. പ്യോറങ്ങ് വൈറ്റ് അല്ല, റെഡിൻ്റെ ആ കോമ്പിനേഷൻ വരുന്നിടത്ത് ഒരു സില്ലി റെഡ് ഷെയ്ഡ്. താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടി വീതിയുണ്ട്, മുകളിലത്തെ ബോർഡറിന് മിനിമലായിട്ടുള്ള വീതി. ഇനി അതിൻ്റെ മുന്താണി ബ്ലൗസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വന്നിട്ട് ഇത് കണ്ടോ, ആ ചെക്ക് തന്നെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ചെക്ക് തന്നെ ബ്ലൗസായിട്ട് വരിക. ആ ഒരു ബോർഡറിന് വന്നിരിക്കുന്ന ചെക്ക് തന്നെ ബ്ലൗസായിട്ട് വരും. നല്ല രസമാണ് കാണാൻ. നല്ല റേറ്റും കൂടെ നോക്കണം, എന്നിട്ട് നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. നല്ലതാണ്. സെമി ഡോളയാണ് മെറ്റീരിയൽ കേട്ടോ. പീസ് ഇങ്ങനെ ഓരോരോ മെറ്റീരിയലുകളുടെ പേര് പറയുമ്പോൾ പലർക്കും സംശയം തോന്നി. ഈ വായിക്കൊള്ളുകയല്ലാത്ത, നമ്മളിപ്പോൾ ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാർ അവനവൻ്റെ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് മെഡിക്കൽ ടേംസ് കൂടുതലായിട്ട് ഉപയോഗിക്കും, നമുക്ക് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ സെമി ഡോള എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഒരു ഇച്ചിരി ഷിഫോൺ പോലെ അല്ല, ജോർജറ്റൊക്കെ പോലെ ഇച്ചിരി തളാന്ന് കിടക്കുന്ന, അതിൻ്റെ കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട്, അതിന് കട്ടി കൂടിയതുണ്ട്, അങ്ങനത്തെ ഒരു സ്റ്റഫ് എന്ന് ഓർത്തേച്ചാൽ മതി. കോട്ടൻ്റെ ഒരു ഇതല്ല, ഇച്ചിരി തളാന്ന് കിടക്കുന്ന സിൽക്കി ആയിട്ടുള്ള ഒരു സ്റ്റഫ്. ഇത് കണ്ടോ, ഇതാണ് മുകളിലത്തെ ബോർഡർ. ഇതാണ് ബ്ലൗസ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ മുകളിലത്തെ ബോർഡറിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് ഡിസൈൻ പോയിരിക്കുന്നത് കണ്ടോ. മുകളിലത്തെ ബോർഡറിലുണ്ട്, താഴത്തെ ബോർഡറിലുണ്ട്. കണ്ടോ, ആ ഒരു ചെക്ക് തന്നെയാണ് ഈ കയ്യിൽ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും, ഒരു വെറൈറ്റി ലുക്ക് ഫീല് ചെയ്യും. പിന്നെ ഞാനിങ്ങനെ ഇരുന്നോണ്ട് കാണിക്കുന്ന, ആരാണ്ട് പറയുന്നത് കേട്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ എൻ്റെ ചേച്ചി ഇരുന്നിട്ട് ഓടി നടന്നൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇത്രയും കാലം നിന്നോണ്ടൊക്കെ കാണിച്ചേ, എന്നെ ചെയ്യാൻ അങ്ങനെ ഇതായിപ്പോയി. പക്ഷെ എന്നോട് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് കേട്ടോ, ഇങ്ങനെ ഇരുന്നോണ്ട് തന്നെ ഈ കാണിക്കുന്നതെന്ന്. ഓരോരുത്തരും അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല വിദ്യ എന്തിനു. ഞാൻ തന്നെ പറയുവേ, ഇരുന്നോണ്ടല്ല കാണിക്കണ്ടേ എന്നൊക്കെ ഞാൻ തന്നെ പറയും. പക്ഷെ എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നോക്ക് നിങ്ങൾ ഇതിൻ്റെ ബോർഡർ നോക്ക്, അതൊക്കെ വിടും, ഇത് നിങ്ങൾ ഇതിൻ്റെ ബോർഡർ നോക്ക്, എന്നാ രസമാണ്, നിങ്ങൾ നോക്ക് എന്നാ രസമാണ് നോക്ക്. എന്നിട്ട് വൈറ്റേ കൂടെ ആ ഒരു ചില്ലി റെഡിൻ്റെ ഒരു ഷെയ്ഡും പോകുന്ന, അതിൽ കൂടെ റെഡ് മാത്രമല്ല, നോക്ക് ഇവിടെ വന്നിട്ട് ഒരു ഇൻഡിഗോ കളർ പോകുന്നുണ്ട്, ഇടയ്ക്ക് ഒരു പച്ച ഡിസൈനും കൂടെ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ളത്. ആ സെയിം സാരി തന്നെയാണ് അതിൻ്റെ
വ്യത്യാസങ്ങളുണ്ട്, ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വരുമ്പോൾ മുന്താണി ഇങ്ങനെ വരും കണ്ടോ, ആ റെഡ് വരും മുന്താണിക്ക്. നല്ല രസമല്ലേ, നല്ല ഭംഗി കേട്ടോ. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു സാരി, സിമ്പിളാണ്. ഇനി ബ്ലൗസ് വന്നിട്ടുണ്ടല്ലോ, നോക്ക്, ആ ഒരു വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രിന്റ് വരുന്ന ബ്ലൗസ്. നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കുക. കയ്യിലും അതൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈയൊക്കെ തയ്ച്ച് അങ്ങനെ ഇട്ടിട്ട് സാരി ഒരു 1 പ്ലീറ്റ്സ് ഒക്കെ ഇട്ട്, ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല, എന്നും കൊണ്ട് ഓവറായിട്ട് കട്ട് ചെയ്യില്ല. നമുക്ക് നോക്കാം, ഇതുണ്ടോ, ട്രാൻസ്പെറൻ്റ് അല്ല സാരി. ഞങ്ങളുടെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി 3 ദിവസമായിട്ട് മഴയുണ്ട്. മിനിയാന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തോടെ മഴ പെയ്തു. ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സന്ധ്യാസമയം. ഇത് കണ്ടോ, നോക്ക്, നല്ല രസമല്ലേ. ഈ താഴത്തെ ബോർഡർ കൂടെ നോക്ക്. പുതിയ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്, ഒത്തിരി പേര് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഷോപ്പിൽ വന്നാൽ എടുക്കാം, തീർച്ചയായിട്ടും ഷോപ്പിൽ വന്നാൽ എടുക്കാം. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലത് ഓൺലൈനിൽ കാണിക്കുമ്പോൾ സ്റ്റോക്ക് തീർന്നു. നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു സാരി ആണെങ്കിൽ നിങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് വന്ന് ഷോപ്പിൽ വന്ന് എടുത്തോ കേട്ടോ. അത്രമേൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അറിയാമല്ലോ, മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും, സ്റ്റോക്ക് തീർന്നു പോകും. ഇത് വേറൊരു സാരി, ഫങ്ഷൻ വേറെ സാരി തന്നെയാണ്. ബോഡി ഫുള്ള് വർക്കാണ്. ഒരു മൽച്ചന്തേരിയുടെ സ്റ്റഫാണ് വരുന്നത്. മുന്താണി എൻ്റെ ഭയങ്കര ഹൈലൈറ്റ്, എൻ്റെ ഒച്ച അടച്ചു. കണ്ടോ, നോക്ക, മൽച്ചന്തേരിയുടെ ഒരു സ്റ്റഫ്. മുന്താണിയാണ് എനിക്ക് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്. ഇതിൻ്റെ ഡാർക്ക് ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു പേസ്റ്റൽ കളറാണ്, നല്ല കളറാണ് പറയേണ്ടത്. എന്ത് രസം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ നോട്ടത്തിൽ ഇത് ഏത് കളർ ടോണുള്ളവർക്കും ചേരും. എല്ലാവരും അംഗീകരിക്കുവാനുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇത് കാരണം ഡാർക്കായി പോകുന്നവർ കൂടുതൽ ഡാർക്ക് ആവുമെന്നാണ് ചിലർക്ക് തോന്നുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാവർക്കും കളർ തോന്നിക്കുന്ന. ഞാനത് മേടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ കള്ളത്തരമൊന്നും നമുക്ക് പറയുന്നത് ശരിയല്ലല്ലോ. ഇത് വരും ബോർഡർ. പിന്നെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആട്ടോ. കയ്യെ ബോർഡർ ഉണ്ടോ എന്ന് നോക്കട്ടെ. ബ്ലൗസൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ടുണ്ട്, കയ്യെ ബോർഡർ ഉണ്ട്. ഇത് കണ്ടോ, മൽച്ചന്തേരിയാണ് ഫാബ്രിക്. ലൈനിങ് ഇട്ട് ബ്ലൗസ് തയ്ക്കുന്നത്. നല്ല മൽച്ചന്തേരിയുടെ ചുരിദാറൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നു. പ്യുവർ മൽച്ചന്തേരി ആണെന്ന് ഞാൻ പറയുന്നത്. പ്യുവർ മൽച്ചന്തേരി ഒന്നും ഈ റേറ്റ് കിട്ടത്തില്ല കേട്ടോ. എൻ്റെ മുന്താണി ഒന്നുകൂടെ കാണിക്കട്ടെ, എനിക്ക് കാണിച്ചാലേ സമാധാനമുള്ളൂ. കണ്ടോ, മുന്താണിയുടെ ഭംഗി ഇത്തേൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇടിക്കും. നല്ല കാണത്തില്ലെന്നാ പറയും. നല്ല രസമായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. എന്നാ വീവിങ് ആണെന്നറിയാവോ, നല്ല ഭംഗി. ഫുള്ള് വീവിങ് സാരി കേട്ടോ, നല്ല ഭംഗിയുള്ള വീവിങ്. ഇതിൻ്റെ പല കളേഴ്സ്, ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാനതിപ്പോൾ കാണിക്കുന്നില്ല. വളരെ കുറച്ചൊന്നും പിശുക്ക് മാത്രം കാണിക്കുന്നുള്ളൂ. അതെന്തിനാന്ന് ചോദിച്ചാൽ വെറുതെ കാണിക്കാം. ഇതില്ലേ പർപ്പിള് സെയിം കണ്ടത് തന്നെ, പർപ്പിള് കളറ്. മുന്താണി അങ്ങനെ തന്നെ, ബ്ലൗസ് അങ്ങനെ തന്നെ, എല്ലാം സെയിം കളർ, മാത്രം വ്യത്യാസം. നേരിട്ട് കാണിക്കണോ? ബോർഡറിൻ്റെ അവിടെ എടുത്തിട്ടില്ല, ശരീരത്തിട്ടപ്പോഴേ ബോർഡർ അകത്താണ്. കാരണം ഒരു പ്രത്യേക ടൈപ്പ് ഫോൾഡിങ് ആണ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ ഇങ്ങനൊരു സൈസ് ഫോൾഡിങ്. അത് ഞാൻ പണ്ടൊക്കെ സാരി കാണിക്കാൻ തുടങ്ങിയൊരു സമയത്ത് എൻ്റെ പണ്ട് തൊട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉള്ളവരുണ്ട്. ആദ്യം ഞാൻ വീഡിയോ തുടങ്ങിയത് 3-4 കൊല്ലം മുന്നേ തൊട്ട് അവർ പറയും, അവർക്കറിയായിരിക്കും, ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കി, ഇതാരാണ് ഇത് ഫോൾഡ് ചെയ്തത്, ഇവർക്ക് എന്താണ് മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാഞ്ഞിട്ട്. വേറൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് ബേൺഡ് ഓറഞ്ച്. ഇതിൻ്റെ ആ ഫോൾഡിങ് അങ്ങനെ വന്നേക്കുന്നതുകൊണ്ടുണ്ടല്ലോ, കറക്റ്റ് ഇത് കിട്ടുന്നില്ല. എന്നതാ ബോർഡറിൻ്റെ സംഭവം പിടിക്കാൻ കിട്ടുന്നില്ല. ഫോൾഡിങ് അങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചിരിക്കുക. ഞങ്ങൾ ചെയ്യുന്നല്ല കേട്ടോ, ഇത് വരുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ബണ്ടിലിനകത്തുനിന്ന് എടുത്തുന്നൊരിതേ ഉള്ളൂ. ഡിജിറ്റൽ പ്രിൻ്റാണ്. ഇത് കണ്ടോ, ബ്ലാക്കും ബേൺഡ് ഓറഞ്ചും. ഇപ്പോൾ ബേൺഡ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, എല്ലാവർക്കും അത് മതി. മുന്താണിയും ബേൺഡ് ഓറഞ്ച്, ബ്ലൗസ് ചില്ലി റെഡ് ഒന്നും അല്ല.
ഇവിടെ കിടന്ന് പറയാ ചില്ലി റെഡാണ്. ചില്ലി റെഡ് കണ്ട കാഴ്ച കളർ ആദ്യം പോയി പഠിച്ചിട്ട് വരാൻ പറ അല്ലേ, അങ്ങനെ പറയണ്ടേ അല്ലേ. ഇതാ ഇത് വരും ബ്ലൗസ് കണ്ട, ബ്ലാക്ക് ഓൾ ഓവർ ബോഡി ഫുൾ ഇങ്ങനെ വർക്കുണ്ട്. പക്ഷെ ഭയങ്കര എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഇടിച്ച് നിൽക്കുന്നതല്ല, ഒരു ഷാഡോ പോലെ നിൽക്കുന്ന ഒരു പ്രിന്റ് ഡിസൈനാണ് ബോഡിയെ ഫുള്ള് ഉള്ളത്. ഇവിടെ വന്ന് സാരി ഇതങ്ങോട്ട് മാറ്റി. അത് പറയുമ്പോഴേ എല്ലാം പറയണം. ബേൺഡ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ കളറായിരിക്കും. ബേൺഡ് ഓറഞ്ച് തന്നെ പല കളറിൽ വരുന്നത്, അതിൻ്റെ ഡാർക്കും അതിൻ്റെ ലൈറ്റും അതിന് രണ്ടും കൂടി മിക്സ് ആയതും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് ഇച്ചിരി ഒരു തെളിമയുള്ള ബേൺഡ് ഓറഞ്ചാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡാർക്ക്. ഇത് കണ്ടോ, ബോഡിക്ക് ബേൺഡ് ഓറഞ്ച് വരും, വയലറ്റ് മുന്താണി, വയലറ്റ് എന്ന് പറയാം. ബോർഡർ നല്ല ഭംഗിയല്ലേ. ഈ കളറാണ് ഹിറ്റ് കളർ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ നീല ഇതും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. റേറ്റും കൂടെ നോക്കണം. അതേപോലെ ഫുൾ വീവിങ് സാരി, മൽച്ചന്തേരി ഫാബ്രിക്, സെമി എന്നേ പറയുള്ളൂ, പ്യുവർ എന്ന് പറയുന്നില്ല. മൽച്ചന്തേരി ഫാബ്രിക് ഫുൾ വീവിങ്. കയ്യൊരിത് കണ്ടോ, ഇതാണ് ബോഡി എല്ലാ ബ്ലൗസ്. അടുത്തത് ഒരു സെമി റോസ് സിൽക്കിൻ്റെ സാരി. ഈ സാരി ഞാൻ ഇതിൻ്റെ മോഡലുകൾ പലതും എപ്പോഴും കാണിക്കുന്നതാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും തരാം കേട്ടോ. യൂണിഫോമായിട്ട് ഒത്തിരി പേർക്ക് ഒന്നിച്ചു കൊടുക്കണമെങ്കിലൊക്കെ സെയിം കളറേ തരുള്ളൂ, വേറെ വേറെ കളേഴ്സ് ആയിട്ട് ചിലർ ചോദിക്കും. അങ്ങനെയില്ല, എണ്ണം കൂടുതൽ വേണം തരാം. ഇങ്ങനെ തീമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. സെമി റോസ് സിൽക്കാണ് മെറ്റീരിയൽ. ബ്ലൗസ് വരുമ്പം പ്ലെയിൻ വരും. മെറ്റീരിയൽ നിങ്ങൾ നോക്കുക, മെറ്റീരിയലിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിൽ ലേസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുക, മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. അതുപോലെ ബ്ലൗസിൻ്റെ കൈയുടെ സൈഡിലും ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെമി റോസ് സിൽക്കാണ് മെറ്റീരിയൽ. ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. നല്ലൊരു പീച്ച് ഷെയ്ഡ്, നല്ല പീച്ച് കറക്റ്റാണോ ഷെയ്ഡ് കിട്ടുന്നത്? നല്ലൊരു പീച്ച് ഷെയ്ഡ് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡ്. ഇതിൻ്റെ ഒന്നും റേറ്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ അത് ലേസ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതുണ്ടല്ലോ, ഇതിന് പറയുന്നില്ല, ടിഷ്യൂ ടെസർ എന്നാണ് പറയുന്നത്. ഇതുണ്ട് ടിഷ്യൂവിൻ്റെ ഒരു ഇതുണ്ട്, ടെസറാണ്, സെമി ടെസറാണ് സ്റ്റഫ്. കണ്ടോ, ഇതും എത്ര എണ്ണം വേണമെങ്കിലും തരാനുണ്ട്. ഇപ്പം ഇത് കണ്ടോ, നല്ല ഒരു പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള വീവിങ് ആണ് ഇത്തെ പോയിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു വൈറ്റിൻ്റെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീവിങ് സാരിയാണ്. ഇത്തെ നിറച്ച് ഒരു സൈസ് ഡിസൈൻ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ നിറത്തിൽ. നല്ല ഭംഗിയായിട്ട് ഫംഗ്ഷനൊക്കെ കൊടുക്കാം. ഇത്തേൽ ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട്. ടസറാണ് സംഭവം, ടിഷ്യൂവിൻ്റെ നൂലും കൂടെ കൂട്ടി മിക്സാക്കി ചെയ്തിട്ടെടുക്കുന്ന ടസറാണ്. നല്ല സാരി കേട്ടോ. ഇതിനൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഡ്ജറ്റ് റേറ്റ് ആണ്. 1150 90 1190 രൂപ. നിങ്ങൾ ഇതിനൊരു 4000 രൂപ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയാം. ഞാൻ വെറുതെ പറയുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച് നോക്കിക്കോ. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു ഇപ്പം എൻ്റെ ഈ റെപ്ലിക്ക അടിച്ച് വരുന്നതുകൊണ്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് നല്ല ഓപ്പർച്യൂണിറ്റി, കസ്റ്റമേഴ്സിന് നല്ലതാണ്. പണ്ട് കാലത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം ഭയങ്കര റേറ്റിലുള്ള സാധനമുള്ളൂ. ഇപ്പോൾ എല്ലാത്തിനും കോപ്പിയടിയൊന്നും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ആ സ്കൂളിൽ കോപ്പി അടിക്കുന്നതല്ല. ഇത് ബ്ലൗസ് സോഫ്റ്റ് കേട്ടോ, ഒട്ടും ഒരു പടിപടാൻ നിൽക്കുന്നതല്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്ക്, സോഫ്റ്റാ കണ്ടോ, പടിപടാന്നൊന്നും നിൽക്കുന്നതല്ല. ആ ടിഷ്യൂവിന് ഒരു തിളക്കമില്ലേ, ആ തിളക്കം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ് മൊത്തം കുളവാക്കി. ടെസറാണ് സ്റ്റഫ്. സെയിം സാരി, പ്രിന്റിൽ, ബോഡിയിലെ പ്രിന്റിൽ ഒരു ചെറിയ വ്യത്യാസം. നിങ്ങളിത് ഉറപ്പായിട്ടും ഞാൻ പറയാം, നിങ്ങൾ ഇതെടുത്ത് പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി എടുക്കാവുള്ളൂ. അതിൻ്റെ വിലയും ഉണ്ട് നമ്പരും ഉണ്ട്, അത് രണ്ടും കൂടെ കൂട്ടിയ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് നിറച്ച് ഫുള്ള് ഒരു സിൽക്കിൻ്റെ ഒരു സ്ക്വയർ വീവിങ് പോയി കാണാമോ? വീവിങ് പോയിരിക്കുമോ ഇത്തേൽ? മറ്റേതിന് അവിടെ ആയിട്ടായിരുന്നു, ഇതിന് ഫുള്ള് ഇങ്ങനെ പോയിരിക്കുക. പക്ഷെ ആ ഫുള്ള് പോയിരിക്കുന്ന ഒരു ഹൈലൈറ്റ് ചെയ്തല്ല നിൽക്കുന്നത്, ഒരു ഷാഡോ പോലെയാണ് നിൽക്കുന്നത്. കണ്ടോ, നല്ല പാർട്ടി വെയർ സാരി. ഇത്രയും റേറ്റിന്, ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല പാർട്ടി വെയർ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല, നമ്മുടെ പോക്കറ്റ് കാലിയാകത്തുമില്ല, നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട്. ഇതിന് പിങ്കിൻ്റെ കൂടെ ഒരു വൈറ്റ് പേള്, എനിക്കത് വിട്ടിട്ട് കളിയില്ല, ഞാൻ തന്നെ ഓർക്കും പറയരുതെന്ന്, എന്നിട്ട് അതറിയാതെ പറയും വൈറ്റ് പേള് മാല മേടിച്ച് വെക്കണം കേട്ടോ, എല്ലാവരും ഒരു വൈറ്റ് പേള് മാല മേടിച്ച് വെക്കണേ. എന്നാന്നറിയോ, നിങ്ങൾക്ക് എപ്പോഴേലും അത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ലുക്ക് എന്നെ മാറിക്കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പം നിങ്ങൾ എന്നെ ഓർക്കും. ബ്ലൗസ് കാണിക്കുക, കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബ്ലൗസ് കാണിക്കാൻ പറ്റത്തില്ല, എന്നിട്ട് ആൾക്കാർ ഓർഡർ എടുക്കുന്നവരോട് വഴക്കുണ്ടാക്കും. ബ്ലൗസ് സെൽഫാട്ടോ, വേറെ പ്രത്യേകിച്ച് ബ്ലൗസ് ഇല്ല, ഇത് തന്നെ ബ്ലൗസായിട്ട് തയ്ച്ചിടുക, ഇത് തന്നെ തയ്ച്ചിടണമെന്നേ ഞാനും പറയുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടസറിൻ്റെ ഫീല് മറ്റൊരു മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കുറച്ച് സാരിയെ കാണിച്ചുള്ളൂ, പക്ഷേ എല്ലാം നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ള, എന്നാൽ അതിൽ കൂടുതലൊക്കെ റേറ്റ് തോന്നുന്ന സാരീസാണ് എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡെയിലി വൈകുന്നേരം 7 മണിക്കാണ് നമ്മളുടെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വീഡിയോ ഉണ്ട്, സൺഡേ ഒഴികെ, എക്സെപ്റ്റ് സൺഡേസിൽ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്, അത് രാവിലെ 10:30-ക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും കാണുക, പർച്ചേസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.